എടോ ജുബേ, താൻ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്റെ പേര് ജുബ്ബ എന്നല്ല. അല്ലെങ്കിൽ പിന്നെ താനെങ്ങനെ വിളി കേട്ടപ്പോ നിന്നത്? അത് എന്റെ പേര് PK സുധാകരൻ എന്നാ. ഓ ആയിക്കോട്ടെ, താനിങ്ങ് വന്നേ. ഈ എരുമയ്ക്ക് കറക്കുമ്പോ കാല് പൊക്കി ചവിട്ടണ സ്വഭാവം. ഇതിന്റെ കാലൊന്ന് പിടിച്ചേ. ഞാനോ? പിടിക്കണമേ. ഒരു സ്കൂൾ അധ്യാപകൻ എരുമയുടെ കാല് പിടിക്കാനോ? തന്നോടെ പിടിക്കാൻ പറഞ്ഞേ. ഇതുപോലെ ചില്ലറ സഹായങ്ങൾ ചെയ്യുന്നുള്ള പ്രതീക്ഷയല്ലേ തന്നെ ഇവിടെ പാർപ്പിച്ചത്. ഞാൻ വാടകയൊന്നും വാങ്ങണില്ലല്ലോ. നോക്കി നിൽക്കാതെ പിടിക്കണോ? ഈ മാതിരി പഠിക്കൊന്നുമില്ലാതെ താൻ എന്തോന്നാണ് കുട്ടികളെ പഠിപ്പിക്കാൻ പോണത്? TTCക്ക് എരുമയുടെ കാല് പിടിക്കുന്ന പാഠം ഇല്ലായിരുന്നു. വേണ്ട, ഞാൻ പഠിപ്പിക്കാം. അങ്ങോട്ട് ശരിക്കും പിടിക്കണോ? അതെ, ഇന്നലെ രാത്രി ഞാനൊരു തീരുമാനം എടുത്തു. നട്ടലിന്റെ അടി കിട്ടിയ പട്ടിയെ പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നിട്ടൊരു കാര്യമില്ല. എനിക്ക് പണി വേണ്ട, പണം മതി. നിങ്ങൾ എഴുത്തച്ഛന്റെ ആരാ? അയാൾ 2-3 കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണോ? ഞാൻ മകളാണ്. എങ്കിൽ വളരെ സന്തോഷം. അപ്പൊ ഇന്നലെ കണ്ട തലനരച്ച സ്ത്രീ അമ്മയായിരിക്കും അല്ലേ? ആ, അതൊക്കെ പോട്ടെ. നിങ്ങളുടെ വക്കീലാരാ? വക്കീലിനൊന്നും വെച്ചിട്ടില്ല. വെച്ചില്ലേ? അപ്പൊ പോക്ക് തന്നെ. അതൊന്നും എനിക്കറിയണ്ട. എനിക്കെന്റെ കാശ് തന്നാൽ ഞാനങ്ങ് പോയേക്കാം. ആദ്യ ഭാര്യയിലെ മോനെ ഞാൻ കണ്ടു. അയാൾ കേസിൽ ജയിച്ചാൽ സ്കൂൾ ഷെഡ് പൊളിച്ചു മാറ്റി റബ്ബർ ഇടുവത്രേ. വിദ്യാഭ്യാസത്തിന്റെ മഹാത്മാറിയ താലവലാതി. മരക്കച്ചവടം തന്നെയാണ് അയാൾക്ക് പറ്റിയ പണി. അപ്പോ എന്റെ പണം ഇപ്പൊ തന്നെ തരുന്നോ, അതോ ഞാൻ പോയിട്ട് ഒരു ഉച്ചയാകുമ്പോ വരട്ടെ? നിങ്ങൾക്ക് ബാങ്കിലൊക്കെ പോയി പണം ഡ്രോ ചെയ്യാൻ സമയമാവുമല്ലോ അല്ലേ? അച്ഛൻ മരിക്കുമ്പോ സ്കൂൾ കാര്യത്തിനുള്ളതെല്ലാം ചെലവാക്കിയിരുന്നു. ആ, അത് ശരി. ഈ മാതിരി തട്ടുമുട്ടി ന്യായമൊന്നും എനിക്ക് കേൾക്കണ്ട. ഈ വീടും ആർഭാടവും കണ്ടാൽ അറിയാലോ. വേണ്ട, ഒരു കാര്യം ചെയ്യ്. അമ്മയുടെയും മോളുടെയും കഴുത്തിലും കാതിലും ഒക്കെ ആഭരണങ്ങൾ എത്രയുണ്ട്? അത് വിറ്റോളൂ. 30,000 കിട്ടാതെ PK സുധാകരൻ ഇവിടുന്ന് പോവില്ല. മനുഷ്യനെ വെറുതെ പ്രാന്ത് പിടിപ്പിക്കരുത്. മഹാപേശകാ ഞാൻ. ഞാനാ? എന്താ എന്റെ കാര്യം? എന്തായി? നീ എന്നാ കുട്ടിയോട് ചെറുക്കുന്നത്? പോരാ വലിയ പൈസ വാങ്ങിയതിന്റെ കേസ് കഴിയുമ്പോ തരും. ഇവരൊക്കെ കട്ടാതെ നീ ആരാടാ കഴുതേ? ഇവരെല്ലാം കൊല പണിടുവാൻ. പൈസ വാങ്ങിച്ചിട്ട് റൗഡികളെ വെച്ച് തല്ലിക്കാണല്ലേ? ആമടാ റൗഡിതാ. എന്നാ പിന്നെ ഒരു തീരുമാനം അറിഞ്ഞിട്ടെന്റെ കാര്യം. വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ. കൊല്ലും വായിങ്ക. അത് ശരി. വെങ്കടേശ, നിന്നോടാ പോകാൻ പറഞ്ഞത്. വേണ്ട, അവനെ നേർഞ്ഞ് കൊല്ലട്ടെ. മര്യാദയില്ലാത്ത ഈ നാട്ടിൽ മര്യാദ കൊണ്ട് ഒരു പ്രയോജനമില്ല. വെറുതെയല്ല ഈ നാട് നന്നാവാത്തത്. പാവങ്ങൾ എറിഞ്ഞു കൊല്ലുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് ഇവിടെ ഉള്ളത്. സമൂലമായ ഒരു പരിവർത്തനം ഇവിടെ വന്നേ പറ്റൂ. മൂന്ന് ടെലഗ്രാം ഫോം. 3 പോരെ, 4. 4 അല്ല, 5 ആയിക്കോട്ടെ. ഇവിടെ ടെലഗ്രാം ഇല്ല. ടെലഗ്രാം ഇല്ലേ? സംഗതി വളരെ അർജന്റാണ്. ഇവിടെ ഇല്ല. ഞാൻ വേണമെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പോകുമ്പോ അടിക്കാം. എപ്പോ? ഇന്ന് വൈകിട്ട്. വൈകിട്ടോ? ശരി, എന്നാലും മതി. വളരെ അർജന്റാണ്. മാറ്റർ പറയും. മാറ്റർ അല്ല, ഒന്ന് തന്നെ. വെള്ളിയങ്കര സ്കൂൾ ഈസ് ഇൻ ബിഗ് ട്രബിൾ. പ്ലീസ് ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ. PK സുധാകരൻ. ഒന്ന് AEOക്ക്, ഒന്ന് DEOക്ക്, ഒന്ന് കളക്ടർക്ക്, പിന്നെ വിദ്യാഭ്യാസ ഡയറക്ടർക്ക്, വിദ്യാഭ്യാസ മന്ത്രിക്ക്, ചീഫ് മിനിസ്റ്റർക്ക്. വളരെ അർജന്റ് ആണെന്ന് കൂടെ ചേർത്തോളൂ. ഒരു ചായ. കേരളത്തിലെ ജനങ്ങള് രാഷ്ട്രീയ പ്രബുദ്ധരാണെന്ന് പറഞ്ഞ് നേതാക്കന്മാര് നമ്മളെ ചുമ്മാ പൊക്കാണ്. നമുക്ക് രാഷ്ട്രീയവും ഇല്ല, പ്രബുദ്ധതയില്ല. സ്വന്തം കാര്യം നേടാൻ വേണ്ടി പിൻവാതിലിൽ ചെന്ന് നിൽക്കും, വോട്ട് ചെയ്യും, അത്ര തന്നെ. സ്വന്തം നാട്ടിലെ ഒരു സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാത്തവരാ രാഷ്ട്രീയ പ്രബുദ്ധര്. ഈ പാട്ടൊന്ന് നിർത്താമോ? മനുഷ്യരിവിടെ ചുട്ടുപഴുത്ത് നിൽക്കുമ്പോഴാ പോരാ പോകട്ടും പോടാന്ന് വിളിച്ചു പോകുന്നത്. എന്താടോ ഇവിടെ സ്ഥിരമായിട്ട് അങ്ങ് പൊറുക്കാൻ തീരുമാനിച്ചോ? ഞാൻ ശല്യത്തിനൊന്നും വരുന്നില്ല. വല്യമ്മയുടെ പായം തലയണമൊന്നും ഞാൻ എടുക്കുന്നില്ല. വല്യമ്മയോ? ഞാനോ?
എനിക്കെന്ത് പ്രായം ഉണ്ടെന്നാ തന്റെ വിചാരം? എന്നാ ഇളയമ്മയുടെ പ്രായം തലേനൊന്നും ഞാൻ എടുക്കുന്നില്ല. ഈ മുറ്റത്തൊരു അടുപ്പ് കൂട്ടി എനിക്ക് വേണ്ടത് ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം. ഈ മുറ്റത്ത് അടുപ്പോ? അത് വേണ്ട. ആണോർത്ത മുറ്റത്ത് നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത് നാലാള് കണ്ട ഞാനൊരു ദുഷ്ടത്തിയാണെന്ന് പറയും. ഇവിടെ ഉണ്ടാക്കുന്നതിന്റെ ഒരു ഓഹരി ഞാൻ തരാം. താൻ കാശ് തന്നാ മതി. കാശെന്ന് പറഞ്ഞാ എത്ര? ഊണിനൊക്കെ എന്ത് ചാർജ് ചെയ്യും? തന്നെ പോലെ വെട്ടി വിഴുകുന്ന ഒരുത്തിനാവുമ്പോ ദിവസം ഒരു 10-25 രൂപ വേണ്ടി വരും. 25 രൂപ? ആ. ഞാനിവിടെ വന്ന് താമസിക്കുന്നത് തടി നന്നാക്കാനൊന്നുമല്ല. കാലത്ത് എനിക്ക് ചായ ഒന്നും വേണ്ട. 8 മണിക്ക് ഒരു കഞ്ഞി, ഒരു ചുട്ട പപ്പടം. എന്ത് വരും? ഒരു 35 പൈസ കൂട്ടിക്കോ. ഉച്ചക്ക് ഇത്തിരി ചോറും കുറച്ച് തൈരും, രണ്ടും കൂടി ഒരു 60 പൈസ കൂട്ടിക്കോ. പിന്നെ പൊരിച്ച മീനോ മറ്റുണ്ടെങ്കിൽ ഒരു 20 പൈസ അതും. എന്റെ ഊഹം തെറ്റിയില്ല. താൻ വെറും ദരിദ്രവാസി തന്നെ. ആഹാര സാധനത്തിന്റെ കണക്ക് പറയുന്നേക്കും മനുഷ്യൻ ഛർദ്ദിക്കാൻ വരിക. കണക്ക് കണക്കായിരിക്കണം. ഓടോടുന്ന് തന്റെ പണ്ടാരടക്കം വീണെന്നൊക്കെ തന്നേക്കാം. താനിതുപോലെ ചെറ്റക്കണക്ക് പറയരുത്. എനിക്ക് ഓശാരൊന്നും വേണ്ട. പിന്നെ ഇപ്പോ പുളിശ്ശേരി ഉണ്ടെങ്കിൽ 10 പൈസ, അച്ചാറുണ്ടെങ്കിൽ എടാ ജുബേ, തന്നോടെ ചലക്കരുത് പറഞ്ഞ് എവിടുന്ന് കെട്ടിയെടുത്തറ ഈ സാധനത്തിനൊക്കെ? കണക്ക് കണക്കായിരിക്കണം ഇളയമ്മേ, അതുകൊണ്ടാ. ഇങ്ങനെ അകത്ത് വരുന്നാൽ എപ്പോഴമ്മ യാരും കേൾക്കാനില്ല എന്നുള്ള ധൈര്യത്തിലല്ല അവനത് ചെയ്തത്. അമ്മ എന്ന് പറ തേങ്ങ എടുക്കരുതെന്ന്. ഇന്ന് തേങ്ങ, നാളേക്ക് നെല്ല്. കരേശിൽ ഇന്ന് വീടിന് ഉത്തരം വരെ അവനെടുത്തു പോകും. നമുക്ക് വയ്യ, ഞാൻ പോയി കേൾക്കാം. വേണ്ട വെങ്കടേശ, അവൻ കൊണ്ടുപോകുന്നത് എന്റെ അച്ഛന്റെ മുതലല്ലേ. അതുകൊണ്ട് അപ്പൊ ഈ കുട്ടിയാര്? അമ്മയാര്? ഞാനല്ലേ? അദ്ദേഹം നമ്മളെ വിട്ടു പോയതിലും വലുതല്ലല്ലോ ഒന്നും. അപ്പൊ എല്ലാരും ചേർന്ന് തന്നെ ചതിക്കുകയായിരുന്നു. ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് ഇപ്പൊ അറിയണം. ആരുമില്ലേ ഇവിടെ? എന്നാ വേണം? എടോ തമിഴ, നീയും ഞാനുമായിട്ട് ഒരു പ്രശ്നമില്ലാത്ത സ്ഥിതിക്ക് വെറുതെ കുഴപ്പത്തിന് വരരുത്. കല്ലെടുത്തെറിയാൻ വലിയ കഴിവൊന്നും വേണ്ട. മര്യാദ വിളിപ്പോ, അല്ലെങ്കിൽ തന്നെ മനസ്സിലൂടെ പ്രാന്ത് പിടിച്ച് നിൽക്കുക. ഞാൻ മുഴുപ്രാന്തരായിട്ട് നിൽക്കുക. അറിയോ എനിക്ക്? എന്നെ പുറത്തേ അടിക്കാൻ വേണ്ടി എല്ലാരും ചേർന്ന് നാടകം കളിക്കായിരുന്നു അല്ലേ? പ്രതിയുടെ വീട്ടിൽ വന്ന് വാദ്യ തേങ്ങയിട്ടുകൊണ്ട് പോകുന്നു. മാനേജർ മരിച്ച തക്കം നോക്കി കേസെന്നും വഴക്കെന്നും ഒക്കെ പറഞ്ഞ് എനിക്ക് പകരം വേറൊരുത്തരെ നിയമിച്ച് കാശ് കെട്ടാനല്ലേ നിങ്ങളുടെ പുറപ്പാട് അല്ലേ? പക്ഷേ ഞങ്ങൾക്കൊന്നും അറിയില്ല. പ്രഭാകരൻ ഞങ്ങളോടൊന്നോട്ട് ചോദിച്ചിട്ടുമില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. ആവശ്യമില്ലേ? അപ്പൊ അവനിവിടെ അതിക്രമിച്ച് കയറിയിരിക്കുകയാണല്ലേ? പാർട്ടീഷന് കേസ് കൊടുത്തവൻ കേസ് വിധിയാവുന്നതിന് മുമ്പ് വസ്തുവകകൾ അപഹരിക്കാൻ വന്നിരിക്കുകയാണ്. അത് ശരി. ഓഹോ. എടോ നിർത്ത്. അന്ന് താൻ പറഞ്ഞു താൻ എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചില്ലെന്ന്. പക്ഷെ ഇവിടുത്തെ തേങ്ങ ബലം പ്രയോഗിച്ച് എടുത്തുകൊണ്ട് പോകുന്ന തനിക്ക് എന്റെ കാശ് തരാനുള്ള ഉത്തരവാദിത്വമുണ്ട്. കേസിന് പോയാൽ കേസിന് പോകണം. ഒരു വാദിക്ക് പ്രതിയുടെ വീട്ടിൽ കയറി വന്ന് ബലാത്കാരമായി സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ അവകാശമില്ല. ഈ വാഹനം ഞാൻ ഇവിടുന്ന് വിടില്ല. പോലീസ് വരട്ടെ. മാറില്ലടാ. മാറില്ല. എന്നോട് മാറാനാ പറഞ്ഞേ? മാറില്ല. വണ്ടി പോകാൻ ഞാൻ സമ്മതിക്കില്ല. വണ്ടി പോകാൻ ഞാൻ സമ്മതിക്കില്ല. മാഷേ, മാഷേ, അവനെ ഞാൻ വെറുതെ വിടില്ല. അയ്യോ, കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ. മുറിഞ്ഞിട്ടുണ്ട്. അത് സാരില്ല. ആണുങ്ങൾ തമ്മിൽ അടിച്ചാൽ ചിലപ്പോ മുറിഞ്ഞൊന്നും വരും. അവൻ എന്നോട് കളിച്ചിട്ടില്ല. അവനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി നോക്കിക്കോളാം. എന്തിനാ അവനൊരു വഴക്കിന് പോയത്? എന്റെ അച്ഛൻ വരെ എന്നെ ഇതുവരെ തല്ലിയിട്ടില്ല. ഈശ്വരാ.